കഴിഞ്ഞ ദിവസമാണ് ലോകരാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പട്ടികയിൽ UAE രണ്ടാം സ്ഥാനം നേടിയത്. UAEയുടെ മുഖ്യ എമിറേറ്റായ ദുബായിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഏറെ ഞെട്ടലുളവാക്കിയിരുന്നു. UAEയെ മുൾമുനയിൽ നിർത്തി കഴിഞ്ഞ ദിവസമാണ് ദുബായിലെ ജബൽ അലി തുറമുഖത്ത് വൻ അഗ്നിബാധ റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ഇതാ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചറിയാൻ നേരിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് ഭരണാധികാരി. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAEയിൽ കഴിഞ്ഞ ദിവസം ദുബായിലെ ജബൽ അലി തുറമുഖത്ത് വൻ അഗ്നിബാധ റിപ്പോർട്ട് ചെയ്തു. തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറിൽ സ്ഫോടനമുണ്ടാവുകയും തീ പടർന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് അറിയിച്ചത്. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുകയുണ്ടായി. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് തീപിടുത്തം ഉണ്ടായത്. സംഭവത്തിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് കൂട്ടിച്ചേർത്തു. ഇപ്പോഴിതാ കണ്ടെയ്നർ കപ്പലിന് തീപിടുത്തമുണ്ടായ ജബൽ അലി തുറമുഖം ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശിക്കുകയുണ്ടായി. അതേസമയം അഗ്നിബാധ തുറമുഖ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രി 12-ന് നടന്ന അഗ്നിബാധ 40 മിനിറ്റിനകം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയവരെ ഷെയ്ഖ് ഹംദാൻ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. പ്രൗഡ് ഓഫ് മൈ ടീം എന്ന ക്യാപ്ഷനിൽ പടങ്ങൾ സഹിതമുള്ള ട്വീറ്റിൽ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ദുബായ് പോലീസ്, സിവിൽ ഡിഫൻസ്, ദുബായ് മീഡിയ ഓഫീസ് തുടങ്ങിയവർ കാണിച്ച മികവ് അഭിനന്ദനാർഹമാണെന്നും കുറിക്കുകയും ചെയ്തു. ദുബായ് ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും തുറമുഖം സന്ദർശിച്ച് പ്രവർത്തനം മുടങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പെട്ടെന്ന് അഗ്നി ബാധിക്കുന്ന വസ്തുക്കളാണ് കപ്പലിലുണ്ടായിരുന്നത്. 130 കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള കപ്പലാണിത്. മറ്റു കപ്പലുകൾ ഉണ്ടായിരുന്നിടത്തു നിന്ന് അകലെയായിരുന്നു ഈ കപ്പൽ നങ്കൂരമിട്ടിരുന്നത്. കപ്പലിലെ അഗ്നിബാധ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതായി ദുബായ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ റാഷിദ് താനി അൽ മത്രൂഷിയും വ്യക്തമാക്കിയിരുന്നു. ജബൽ അലി തുറമുഖത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 40 വർഷമായി രാജ്യാന്തര വ്യാപാരത്തിലൂടെ ഗൾഫ് സാമ്പത്തിക മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്ന തുറമുഖമാണ് ജബൽ അലി. അഗ്നിബാധയുടെ കാരണം അന്വേഷിച്ചു വരുന്നതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപകടത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 2.5 മണിക്കൂറിനിടയിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയതായും പ്രദേശം തണുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും ദുബായ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ റാഷിദ് താനി അൽ മത്രൂഷി വ്യക്തമാക്കി. തുറമുഖത്ത് അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കുന്ന വീഡിയോ ദുബായ് മീഡിയ ഓഫീസ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. തുറമുഖത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെ സ്ഫോടന ശബ്ദം കേട്ടതായി ദുബായിലെ CNN ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. കിലോമീറ്ററുകൾ അകലെയുള്ള കെട്ടിടങ്ങൾക്ക് സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ലോകത്തിലെ 9ാമത്തെ വലിയ തുറമുഖവും ഈ മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖവുമാണ് ജബൽ അലി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നഗരത്തിലുടനീളം കെട്ടിടങ്ങൾ ഇളക്കിയതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു.